ആക്ച്വലി ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരാൾക്ക് വേണ്ടി ഏതോ ഒരാൾക്ക് വേണ്ടിയിട്ടല്ല ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ എന്റെ ഏട്ടന് വേണ്ടിയിട്ട് തന്നെയാണ് ഇന്നിവിടെ വന്നിട്ടുള്ളത്. നമ്മളെല്ലാവരും നോക്കി കാണുന്ന ഒരു പേഴ്സണാലിറ്റിയാണ്. ഞാൻ എപ്പോഴും ഏതൊരു മനുഷ്യന്മാരെ പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യുമ്പോഴും അയാൾ എത്ര പദവിയുള്ള ആളാണ്, എത്ര പ്രമാണിയാണെന്നുള്ളത് ഞാൻ നോക്കാറില്ല. എപ്പോഴും ഞാൻ ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്കാണ് നോക്കാറുള്ളത്. അപ്പോ എന്നും ഒരേപോലെ ചിരിച്ച മുഖത്തോടെ ഏത് സാഹചര്യത്തിലും ഏതൊരു സമയത്തും നമുക്ക് എപ്പോഴും നിലമ്പൂരുകാർക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ജോയേട്ടന്. അതുപോലെ തന്നെ ജോയേട്ടനെ എനിക്ക് എടുത്തു പറയേണ്ട കാര്യം എന്താ വെച്ചാല്, നമുക്ക് എല്ലാവർക്കും അറിയാം ഏത് പാർട്ടിയിലാണെങ്കിലും ലൈക്ക് ആഗ്രഹിച്ച സ്ഥാനങ്ങളും കാര്യങ്ങളും കിട്ടിയിട്ടില്ലെങ്കിൽ എല്ലാവരും പാർട്ടി വിട്ടു പോണ കുറെ ആൾക്കാരെ ഞാൻ കാണലുണ്ട്. പക്ഷെ ജോയേട്ടൻ ഓരോ സമയത്തും ഓരോ എടുത്ത ഡെസിഷൻസ് നിലമ്പൂരിലെ ഇലക്ഷൻ സമയത്തൊക്കെ എടുത്തത് പ്രചോദനം ഉള്ള ഡെസിഷൻസ് തന്നെയാണ്. അപ്പൊ ഞങ്ങളൊക്കെ നോക്കി കണ്ടിരുന്ന വിഷയമായിരുന്നു അത്. അന്നും ഒരു ചിരിച്ച പുഞ്ചിരിയോടെയാണ് ജോയേട്ടൻ ഓരോ കാര്യങ്ങളും ഏറ്റെടുത്തിരുന്നത്. അപ്പോ കൂടുതൽ സംസാരിക്കണം, കാരണം ഞാൻ ജോയേട്ടനെ കുറിച്ച് വാതോരാതെ കേൾക്കാൻ എന്റെ ഒരു കൂട്ടുകാരനാണ്. കാരണം ഞങ്ങളിപ്പോ ഓനെ ജോയേട്ടൻ എന്നാ വിളിക്കല്. കാരണം അത്രയും ജോയേട്ടനെ കുറിച്ച് പറഞ്ഞേക്കാട്ടിലും ജോയേട്ടനെ കുറിച്ച് പറയുന്ന ഒരാളുണ്ട് എന്റെ കൂട്ടത്തില്, ബാസില് രണ്ട് വാക്ക് ജോയേട്ടനെ കുറിച്ച് സംസാരിക്കും. കാരണം കോളേജ് സമയം മുതൽ ബാസില് KSUവിന്റെ കോളേജ് ചെയർമാൻ ആയിരുന്നു ചുങ്കത്തറ മാർത്തോമ. അപ്പൊ ആ സമയം മുതൽ ബാസില് നോക്കി കാണുന്ന ഒരു വ്യക്തിയാണ് ജോയേട്ടൻ.